ഇന്ന് നമ്മളെ രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള നേപ്പാൾ കയറി കേട്ടോ. അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റർ ചെയ്തത് പശുമതി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നമ്മളിതാ ഫസ്റ്റ് തന്നെ നമ്മളെ മണി എക്സ്ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് നേപ്പാളിലെ 16,000 രൂപ കേട്ടോ. നമ്മളെ നാട്ടിൽ 10,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 16,000 രൂപ കിട്ടും. അതാണ് എക്സ്ചേഞ്ച് റേറ്റ് കേട്ടോ. പിന്നീട് ഇവിടെ ഇന്ത്യൻ്റെയും നേപ്പാളിലെ രണ്ടിൻ്റെയും നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടിയിട്ട് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറാം. വെഹിക്കിൾ ചെക്കെല്ലാം ചെയ്ത് അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാൻസർ അടക്കാനുണ്ട് കേട്ടോ. 420 വെച്ചിട്ട് ഒരു ദിവസം വെച്ച് അടക്കാനുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന 4,200 കേട്ടോ. 4,200, അതായത് 7 ദിവസത്തേക്ക് കിട്ടുള്ളൂ. പിന്നെ കാഠ്മണ്ഡുവിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ പരിപാടി. അവിടെ നിന്ന് 7 ദിവസം കിട്ടും, പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം 7 ദിവസം. അങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ നേപ്പാളിലെ കസ്റ്റംസ് ഓഫീസ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ആൻസറെല്ലാം അടച്ചതിന് ശേഷം ഇതാ നമുക്ക് ടാക്സ് അടക്കേണ്ടതുണ്ട്, റോഡ് ടാക്സ്. അപ്പോൾ റോഡ് ടാക്സും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു. റോഡ് ടാക്സ് വരുന്നത് 500 നേപ്പാളി റുപ്പീസ് കേട്ടോ. അപ്പോൾ അതുകൂടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4,200 മറ്റേ ബാൻസർ, അത് കഴിഞ്ഞിട്ടൊരു 20 റുപ്പീസ് മുനിസിപ്പാലിറ്റി പ്ലസ് ഇത് 500 കേട്ടോ. ടോട്ടൽ ഇത്രയും വരുന്നുണ്ട്. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വിടാം. പേഴ്സിലെല്ലാം 2 അറിയുണ്ട്, നന്നായി. ഒന്ന് ഇന്ത്യൻ മണിക്കും ഒന്ന് നേപ്പാളി മണിക്കും. കൊള്ളാം.